കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിട നിർമ്മാണത്തിനിടെ ഇരുമ്പ് കമ്പി അടർന്നു വീണ് 2 പേർക്ക് പരിക്കേറ്റു. യാത്രക്കാരായ മൈനാഗപ്പള്ളി സ്കൂളിലെ അധ്യാപിക ആശ, നീരാവിൽ സ്വദേശി സുധീഷ് എന്നിവർക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനത്തിനിടെ 3ാം നിലയിൽ നിന്ന് വലിയ കമ്പി താഴേക്ക് പതിക്കുകയായിരുന്നു. ഷീറ്റിൽ തട്ടിയ ശേഷമാണ് കമ്പി യാത്രക്കാരുടെ തലയിൽ വീണത്. ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് മെയിലിൽ വന്നിറങ്ങിയതായിരുന്നു മൈനാഗപ്പള്ളി സ്കൂളിലെ അധ്യാപികയായ ആശ. ഇവർ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനിയാണ്. പരിക്കേറ്റ ആശയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ പ്ലാറ്റ്ഫോമിലൂടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം നടന്നു വരുമായിരുന്നു, എൻട്രൻസിലൂടെ ഇറങ്ങാൻ വേണ്ടി. അപ്പം മേളിൽ നിന്നൊരു സാധനം എന്തോ വന്ന് വീണ തലയിൽ. എനിക്ക് അതൊന്നും മനസ്സിലായില്ല. പിന്നെ എന്തോ തലേന്ന് വലിയ സാധനം വന്ന് വീണ് ഇങ്ങനെ പൊട്ടുകയായിരുന്നു തല. സർക്കാർ ജീവനക്കാരനായ സുധീഷ് ട്രെയിനിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പരിക്കേറ്റത്. ഞാൻ ചെന്നൈ മെയിലിൽ പോകാനായിട്ട് വന്നതാണ്. നടന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് ചെന്ന് ട്രെയിനിലോട്ട് കയറാനായിട്ട് അടുത്തോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടു. പിന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. തലയിൽ നിന്ന് കമ്പി വീണയാണെന്ന് എനിക്ക് പിന്നെ ബോധമായി. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് എനിക്കൊരു ബോധമായിട്ട് കിട്ടിയത്. അപ്പോഴത്തേക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ല. അപ്പോഴത്തേക്ക് വീണ സമയത്ത് എനിക്ക് ബോധം പോയിരുന്നു. വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിയാണ്. നല്ല മുറിവാണ്. പരിക്ക് ഗുരുതരമായതിനാൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് സുധീഷിനെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കരാർ തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. സംഭവത്തിൽ അന്വേഷണമുണ്ടാകുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ജനം, കൊല്ലം.